മുഖത്തോട് മുഖം നോക്കാൻ മടി, പറഞ്ഞ സ്ഥലം മടക്കാൻ മടി. ഓരോരുത്തരുടെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും അളവുകോല് നോക്കി തമ്മിൽ ലോക്യം കൂടാനും അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാനും നമ്മൾ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി. എത്ര പേരാ പൊരുത്തമില്ലാതെ മരിക്കുന്നത്? എത്ര ആളുകളാ മനസ്സ് വേദനിപ്പിച്ച് ജീവിക്കുന്നത്? എത്ര ആളുകളാ മനസ്സിൽ സങ്കടങ്ങളുമായി പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നത്? പൊരുത്തം വാങ്ങാതെയും പൊരുത്തപ്പെടിക്കാതെയും പടച്ചോന്റെ മണ്ണ് കിടക്കുന്ന പതിനായിരങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയോ? ദുനിയാവിൽ ചെയ്തു പോയത് ഒന്ന് പൊരുത്തപ്പെടിക്കാൻ ഒരവസരം കൂടി ഈ ലോകത്തേക്ക് പടച്ചോൻ നമുക്ക് തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാ ഇന്ന് കബർ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകളും. ഓരോ കബറിന്റെ ഉള്ളിൽ നിന്നും ചെയ്തു പോയ പാപത്തിന്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ, മനുഷ്യരെ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു കബറിന്റെ അരികിലൂടെ പോലും നിങ്ങൾ പോവില്ലായിരുന്നു എന്ന് കണ്ണുനീരോടെ പറഞ്ഞ ലോകത്തെ പ്രവാചകൻ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്നുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ ചോദ്യമുള്ള ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണം. കുടുംബത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എത്തിക്കണം. വിശുദ്ധ ഖുർആൻ കൊടുത്തതുപോലെ ഒരു മാതൃക ലോകത്തൊരു മതവും തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടില്ല.